നമസ്തേ. വീണ്ടും സമ്മർ കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ ചൂടായിരിക്കും എന്നാണ് ന്യൂസുകളിൽ പല ന്യൂസുകളിലും വായിക്കാൻ സാധിച്ചത്. അപ്പോൾ സമ്മറിനെ നേരിടാൻ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ട്. കൂടുതലായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി പറയേണ്ടത് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നതാണ്. ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അല്പം കുടിവെള്ളം കുടിക്കുക. പിന്നെ കുടിവെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിളപ്പിച്ചാരിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. RO വാട്ടർ തിളപ്പിക്കാതെ ഇരിക്കരുത്. തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, RO വാട്ടർ ആണെങ്കിൽ പോലും. പിന്നെ പാക്ഡ് ഡ്രിങ്കിങ് വാട്ടർ എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ നിന്നും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ആധിപത്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുകൂടെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തത്. മസ്റ്റായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. രണ്ടാമതായിട്ട് പറഞ്ഞാൽ, കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുക. പോളിസ്റ്റർ പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സൺബേൺ അല്ലെങ്കിൽ സൂര്യാഘാതം അല്ലെങ്കിൽ അതികഠിനമായ ചൂടിനെ നേരിടാൻ നമ്മൾ പ്രയാസപ്പെട്ടു എന്ന് വന്നിരിക്കാം. ഇച്ചിരി ലൂസുള്ള കോട്ടൺ, റയോൺ, ബനിയൻ ടൈപ്പ് വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. പോളിസ്റ്റർ പോലുള്ളതും സിന്തറ്റിക് പോലുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക. പിന്നെ ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസം, അതായത് 11 ഫെബ്രുവരി മുതൽ പുതിയ ഓർഡർ വന്നിട്ടുണ്ട്. 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഉള്ള കാലയളവിൽ ഡയറക്റ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുറമെ റോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഡീപ്പ് ഫ്രൈ ഉള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള ജലാംശത്തെ കൂടെ അത് ആഗിരണം ചെയ്താണ് ദഹന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം വരാനുള്ള സാധ്യതയുണ്ട്. പൊറോട്ട, ബിരിയാണി, ചപ്പാത്തി ഇത്തരത്തിലുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുക. എണ്ണയിൽ വറുത്ത് കോരിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അമിതമായ സ്പൈസി, എരിവും എണ്ണയും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ AC റൂം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹവസിക്കുന്ന റൂമിൻ്റെ ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ആകെ ഒരു പുഴുങ്ങലായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിൻ്റെ ഉപയോഗം കൂട്ടുക. കുടിവെള്ളം തന്നെ ആകണമെന്നില്ല, മോരും വെള്ളമാകാം, പലതരത്തിലുള്ള ഫ്രഷ് ജ്യൂസ് ആകാം. ഓക്കെ, ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് സോഡ പോലുള്ള ഡ്രിങ്ക്സ്, അതായത് പെപ്സി, സ്പ്രൈറ്റ്, തംസപ്പ്, 7up ഇത്തരത്തിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് 100% നിങ്ങൾ ഒഴിവാക്കണം. അത് നിർജ്ജലീകരണം ഉണ്ടാക്കത്തതേ ഉള്ളൂ. അപ്പോഴത്തെ ആ ചൂടിനും ദാഹത്തിനും പോയി സോഡ പോലുള്ള വസ്തുക്കൾ, സോഡ കാർബണേറ്റഡ് ആണ്. അത് വയറിനും നല്ലതല്ല, കുടലിനും നല്ലതല്ല. പിന്നെ ഈ വേനലിനെ അതിജീവിക്കണമെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് തോന്നും നല്ലതാണെന്ന്. പക്ഷേ അത് നിർജ്ജലീകരണത്തിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ദാഹത്തിലേക്ക് നമ്മളെ നയിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ ലേറ്റൻ ചിൽഡായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ലേറ്റൻ ചില്ലായിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ തൈര്, ചുവന്നുള്ളി അത്തരത്തിലുള്ള വസ്തുക്കൾ. ലേറ്റൻ ചില്ലായിട്ടുള്ള ആഹാരങ്ങളുടെയും ലേറ്റൻ ഹോട്ടായിട്ടുള്ള വസ്തുക്കളുടെയും വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. ആ വീഡിയോ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. ലേറ്റൻ ഹോട്ടായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊരു ഉദാഹരണമാണ് പെപ്പർ, നമ്മുടെ മുട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചിക്കൻ, അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സമ്മറിനെ പറ്റി വീഡിയോ 3 or 4 ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒത്തിരി ഷോർട്സും ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും സമ്മർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും പറയാമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.